അപകടത്തിന് ശേഷം വാഹനവുമായി മുങ്ങുന്ന ഡ്രൈവർമാരുടെ ശ്രദ്ധയ്ക്ക് എന്നെങ്കിലും നിങ്ങൾക്ക് പിടിവീഴുമെന്ന് മറക്കരുത്. കോഴിക്കോട് വടകരയിൽ മാസങ്ങൾക്ക് മുൻപ് കാറിടിച്ച് ലോറിക്കടിയിൽപ്പെട്ട യുവാവ് മരിച്ച സംഭവത്തിൽ അപകടത്തിനിടയാക്കിയ കാർ പോലീസ് കണ്ടെത്തി. മലപ്പുറം പെരിന്തൽമണ്ണ സ്വദേശിയുടെ ഉടമസ്ഥയിലുള്ള കാറാണ് അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തത്. മൂരാട് സ്വദേശി ബബുലേഷ് മരിച്ച കേസിലാണ് മാസങ്ങൾക്ക് ശേഷം വഴിത്തിരിവായത്. കാർ ഓടിച്ചിരുന്ന തൃശൂർ സ്വദേശി ദിനേശ് കൊല്ലപ്പള്ളി എന്നയാൾക്കെതിരെ കുറ്റപത്രം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. ഡിസംബർ 19 വടകര അടക്കാത്തെരുവിന് സമീപം ദേശീയപാതയിലാണ് അപകടം നടന്നത്. ചോമ്പാലയിൽ നിന്ന് വടകര ഭാഗത്തേക്ക് പോവുകയായിരുന്ന ബൈക്കിൽ കാർ ഇടിക്കുകയും ബബുലേഷ് ലോറിക്കടിയിലേക്ക് തെറിച്ചു വീണ് മരിക്കുകയുമായിരുന്നു. അപകടത്തിനിടയാക്കിയ കാറ് നിർത്താതെ മാഹി ഭാഗത്തേക്ക് ഓടിച്ചുപോയി. കാറാണ് അപകടത്തിനിടയാക്കിയതെന്ന് പരിസരത്തെ കടയിലെ തൊഴിലാളിയും ബസ് ഡ്രൈവറും പോലീസിൽ മൊഴി നൽകിയിരുന്നു. എന്നാൽ കാറിന്റെ നമ്പർ ഇവർ ശ്രദ്ധിച്ചിരുന്നില്ല. ഈ മൊഴികൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം മുന്നോട്ടു പോയത്. കൊയിലാണ്ടി മുതൽ മാഹി വരെയുള്ള വ്യാപാര സ്ഥാപനങ്ങളിലെയും മറ്റും 50-ലധികം CCTV ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു. ഈ ദൃശ്യങ്ങളിൽ ദേശീയപാതയിലെ പല സ്ഥലങ്ങളിലും കാറിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചു. മടപ്പള്ളിക്കടുത്ത് വെച്ച് കാറിന്റെ ഡ്രൈവർ മാറി മറ്റൊരാൾ ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുന്നതായുള്ള CCTV ദൃശ്യങ്ങളും പോലീസിന് ലഭിച്ചിരുന്നു. ഇതിനിടെ കാറിന്റെ നമ്പർ ശേഖരിച്ച് പോലീസ് സംഘം ഉടമയുമായി ബന്ധപ്പെട്ടെങ്കിലും ബന്ധുവിന് നൽകിയതാണെന്ന മറുപടിയാണ് ലഭിച്ചത്. ഇയാളുടെ ബന്ധുവാണ് കാറ് ദിനേശിന് വിവാഹ ആവശ്യാർത്ഥം നൽകിയതെന്ന് പിന്നീട് അറിയിച്ചു. തുടർന്ന് ദിനേശിനെയും കാറിലുണ്ടായിരുന്ന ആളെയും പോലീസ് വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തെങ്കിലും അപകടകാര്യം ഇരുവരും നിഷേധിക്കുകയായിരുന്നു. മാഹി വരെ സഞ്ചരിച്ചതായും എന്നാൽ കാർ അപകടത്തിൽ പെട്ടിട്ടില്ലെന്നുമായിരുന്നു ഇവരുടെ മൊഴി. തുടർന്ന് നടത്തിയ ശാസ്ത്രീയ പരിശോധനയിലാണ് ഈ കാർ തന്നെയാണ് അപകടമുണ്ടാക്കിയതെന്ന് പോലീസ് കണ്ടെത്തിയത്. അപകടത്തിൽപ്പെട്ട ബൈക്കിലിടിച്ച അജ്ഞാത വാഹനത്തിന്റെ പെയിന്റ് പരിശോധനയ്ക്കായി ശേഖരിച്ചിരുന്നു. ഈ പെയിന്റും കാറിന്റെ പെയിന്റും കണ്ണൂരിലെ റീജിയണൽ ഫോറൻസിക് സയൻസ് ലാബിൽ പരിശോധിച്ചപ്പോൾ രണ്ടും ഒരേ പെയിന്റാണെന്ന് തെളിഞ്ഞു. തുടർന്ന് കാർ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. കാർ ഓടിച്ച ദിനേശ് കൊല്ലപ്പള്ളി എന്നയാൾക്കെതിരെ കുറ്റപത്രം നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് അന്വേഷണ സംഘം. ന്യൂസ് 18 വടകര.